അസ്സലാമലൈക്കും. അപ്പം മക്കൾ എല്ലാവർക്കും സുഖല്ലേ? നമുക്ക് പണിക്കാരുണ്ട് കേട്ടോ. അവിടെ നമ്മൾ ഇവരെ വണ്ടിയൊക്കെ നിർത്തിയിടുന്നോട്ട് ദാപ്പായി ഇട്ടിരിക്കും. അപ്പോൾ ഇപ്പോൾ 2 കൊല്ലമായി, മുൻപീകം 2 കൊല്ലം കഴിഞ്ഞു. അപ്പോൾ കാക്ക ആക്രിക്കാരെയൊക്കെ ഒന്ന് ഈ പേരൊക്കെ പൊളിച്ച് നോക്കുന്ന സീറ്റും കമ്പിയൊക്കെ വാങ്ങിയിട്ട് കുറച്ചൊക്കെ ആയിട്ട് വാങ്ങി കൊണ്ടിട്ടിട്ട് കൊല്ലം നടന്നയക്കണം. നെമ്പിച്ച് കൊണ്ടുവരും. എന്നിട്ട് ഈ ചോറിട്ട് ആക്കേ ഏതെങ്കിലും ഇപ്പോൾ അത് പണിക്കാർ വന്നു കണ്ടോ അവിടെ സീറ്റ് ഉണ്ടാക്കുക കേട്ടോ. ഒരു സീറ്റ് ഇടാൻ നിൽക്കുക കേട്ടോ. അപ്പോൾ അവർക്ക് നമ്മളെ ഹെൽത്തി ഫുഡ് ക്യാരറ്റും ഇതൊക്കെ കൂടി ഉണ്ടാക്കിയതാണ്. ധാന്യക്കൂട്ടും ഓട്സും ഒക്കെ കൂടി ചേർത്ത് കാണ്ടുള്ള മുട്ടാട്ടത്, പിന്നെ രാഗി, അങ്ങനെ ഒരുപാട് സാധനങ്ങൾ ഇതിൽ ചേർത്തിട്ടുണ്ട്. പിന്നെ പൊറാട്ട ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ പഴം പുഴുങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ റോബസ്റ്റ് പഴം ഉണ്ടായിരുന്നു, ഇതും ഉണ്ടായിരുന്നു, പപ്പടം ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ചിക്കൻ കറി ആയിരുന്നു കേട്ടോ. ചിക്കൻ കറി അങ്ങനെ ഒരു 11:30 ആയപ്പോൾ തന്നെ 11 മണിക്ക് അവർക്ക് ചായ എടുത്ത് അവരൊക്കെ കൂടി കഴിഞ്ഞപ്പോൾ ഞാൻ കുടിച്ചാണ് കേട്ടോ. ഉച്ചക്കൊക്കെ നെയ്ച്ചോറും പപ്പടും ചിക്കൻ കറിയും. നെയ്ച്ചോറ് ലേസം അടി പിടിച്ചിട്ടോ, കുക്കറിലിട്ട് വെച്ചത് അടി പിടിച്ചതൊന്നുമില്ല, എന്ത് പറ്റിയതാണ്. അപ്പം അതിന് മേലേയും കൊണ്ടെടുത്ത് വെച്ചതാട്ടോ. കറി തട്ടോ, നല്ല അടിപൊളി ചിക്കൻ കറി കേട്ടോ. കുറഞ്ഞ നദിക്ക് ഞാൻ കുറച്ച് കോൺഫ്ലവറൊക്കെ കലക്കി വെച്ച് സോയാബീൻ ഇട്ടിക്കുന്നുണ്ട്. അതിൽ ഇറച്ചിയാണ്. 2 ഉരുളക്കിഴങ്ങൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോൾ കഷ്ണം കുറേ ഉണ്ടാച്ചിട്ട് ഒക്കെ ഇട്ട് ഉണ്ടാക്കിയതാണ്. അപ്പോൾ ഉച്ചക്ക് തന്നെ പിന്നെ പേടി നമ്മളെ കർമ്മത്തിൽ വെച്ചാറുണ്ട് കേട്ടോ. പിന്നെ നമ്മളെ സാലഡ് തയ്യാറാക്കി ഫ്രിഡ്ജിൽ വെച്ചിരിക്കണം കേട്ടോ. അപ്പം ഞാൻ ചായ അടിച്ചിട്ട് ചിലവർക്ക് ഉണ്ടാവും പണിക്കാരാകുമ്പോൾ കലാകാലം ഒരു ഉണക്കൽ അല്ലെങ്കിൽ മത്തി വെച്ചത് ഒരു കർമ്മത്തിച്ചാറ് അങ്ങനെ നിസാരാക്കൽ കേട്ടോ. അങ്ങനെ ചെയ്യരുത് കേട്ടോ. പണിക്കാർക്ക് നമ്മൾ ഭക്ഷണം കൊടുക്കണം കേട്ടോ. നമുക്ക് വെക്കുകയാണെങ്കിൽ നമ്മൾ കൊടുക്കൽ നല്ല വേനൽക്കാലമൊക്കെ ആണെങ്കിൽ ഇടയിൽ ഒരു ജ്യൂസും ഒക്കെ കൊടുക്കും കേട്ടോ. ഇനിയിപ്പോൾ അങ്ങനെ തണുപ്പോ ചൂടൊന്നും ഇല്ലല്ലോ, ജ്യൂസൊന്നും കൊടുക്കണം. അപ്പം ഇനി ഞാൻ ചായ അടിച്ചിട്ടാ. അപ്പം എന്നാൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അപ്പോൾ പണിയൊക്കെ കഴിഞ്ഞിട്ടാ, ചോറും കൂട്ടാനും ചായയും കടിയൊക്കെ കഴിഞ്ഞ്. പണിക്കാരുണ്ടായ ചിലവർക്ക് മരുഭാൻ കൊടുത്താലും പണി ചെയ്യൂല. നമുക്ക് 11 മണിയായപ്പോൾ പരിപാടി കഴിഞ്ഞു. ഇത് കുടിച്ചാണ് ക്ലീനിങ്ങും കഴിഞ്ഞ് പാത്രത്തിൽ